ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്ത കേൾക്കാനിടയായി. അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നത്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്, കാസർഗോഡ് നിന്ന് വെറും 15 വയസ്സ് പ്രായം മാത്രമുള്ള പെൺകുട്ടിയെ കാണാതായി എന്നുള്ളത്. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ 42 വയസ്സുകാരനും കൂടി കാണാതായിട്ടുണ്ട് എന്നുള്ളതും കൂടി അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സോഷ്യൽ മീഡിയയിലും അതേപോലെ വാർത്തകളിലൊക്കെ കേട്ടത് ഇവർ രണ്ടുപേരും കൂടി ഒളിച്ചോടിപ്പോയി എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് നമുക്കൊക്കെ ഭയങ്കര വിഷമമുണ്ടായി. കാരണം 15 വയസ്സായ കുട്ടി സ്വന്തം അച്ഛൻ്റെ പ്രായമുള്ള ഒരാളുടെ കൂടെ എങ്ങനെയായിരിക്കും പോയത് എന്നൊക്കെ ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനും ചിന്തിച്ചു. എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി അവസാനം സ്വന്തം അച്ഛൻ്റെ പ്രായമുള്ള ഒരാളുടെ കൂടെ ആൾ പോയി. പക്ഷേ ഇന്ന് ആ ഒരു വേദനാജനകമായ ഒരു വാർത്തയാണ് കേൾക്കാനിടയായത്. രണ്ടുപേരും ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. അതും വീടിന് തൊട്ടടുത്തുള്ള വനത്തിലാണ് ഇവർ രണ്ടുപേരും ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തൂങ്ങി മരിച്ചിരിക്കുകയാണ്. ഇത് മരണമാണോ കൊലപാതകമാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഇപ്പോൾ ഒളിച്ചോടിപ്പോയ ആൾക്കാർ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഏത് കോമൺ സെൻസുള്ള ആൾക്കാർക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. ഇനി ഒരുപക്ഷെ അതിനിപ്പോൾ സൂയിസൈഡ് ചെയ്തു എന്ന് ആക്കി വെക്കാനും മതി, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് നമുക്കിപ്പോൾ അറിയാൻ പറ്റിയത്, ഈ ഒരു പ്രദേശമൊക്കെ മുമ്പ് അവിടെ ഓൾമോസ്റ്റ് എല്ലാം അടിച്ച് പെറുക്കിയിരുന്നു. കാരണം ഇത് വീടിന് തൊട്ടടുത്തുള്ളൊരു വനമാണ്. വെറും 200 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ, വീടിൽ നിന്ന് 200 മീറ്റർ. അപ്പോൾ അറിയാലോ എത്രയുണ്ടെന്നുള്ളത്. തൊട്ടടുത്ത്, വലിയ ദൂരമൊന്നുമില്ല. അവിടെയാണ് ഇവർ രണ്ടുപേരും തൂങ്ങിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ബോഡിക്ക് അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. ഏകദേശം ഒരാഴ്ചയിൽ കൂടുതൽ പഴക്കമുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. പിന്നെ അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. ഏകദേശം 26 ദിവസം ആയിട്ടുണ്ട് ഇവരെ കാണാതായിട്ട്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം ചെറിയ കുട്ടി, അയാൾക്കാണെങ്കിൽ നല്ല വയസ്സുണ്ട്. അയാളാണെങ്കിൽ ആ നാട്ടിലെ ഓട്ടോ ഡ്രൈവറാണ്. അയാളുടെ ഫാമിലിയെ പറ്റിയൊന്നുമുള്ള ഡീറ്റെയിൽസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ കുട്ടിയുടെ അമ്മ സംസാരിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു ന്യൂസിനകത്ത് കണ്ടിരുന്നു. അതിനകത്ത് അമ്മ പറയുന്നുണ്ട്, പിന്നെ ഞങ്ങൾക്ക് ഇയാളെ സംശയമാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അങ്ങനെ തോന്നില്ല കേട്ടോ. കാരണം ചെറിയ കുട്ടിയാണ്. 15 വയസ്സായാൽ പോലും അത്രയും ഒരു മെച്യൂരിറ്റി ആ കുട്ടിയിൽ ഞാൻ ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്ക് കണ്ടിട്ടില്ല. ഞാൻ വിചാരിക്കുകയാണ് എങ്ങനെ വീട്ടുകാർ സഹിക്കുമെന്നുള്ളത്. കാരണം ഇത്രയും ചെറിയ മോള് ഇങ്ങനെ ഒരാളുടെ കൂടെ പോയി, അങ്ങനെ ഒരു ഇതും കേട്ടു. പക്ഷെ അത് മാത്രമല്ല, ഒന്നുകിൽ അവരെവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കും ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ. കാരണം സ്വന്തം മക്കളുടെ മരണം ആരും ആഗ്രഹിക്കില്ല. പക്ഷേ ഇത് സംഭവിച്ചിരിക്കുന്നതോ ഒരാഴ്ച പഴക്കം. അതും പറയാൻ നമുക്ക് വിഷമമുണ്ട്. അതിനകത്ത് ന്യൂസിനകത്ത് കേട്ടു ഭയങ്കര ദുർഗന്ധം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലായിട്ടുണ്ട് എന്നുള്ളത്. അവിടെ നിന്ന് മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളും, രണ്ടുപേരുടെയും മൊബൈൽ ഫോണും അതേപോലെ ഒരു കത്തിയും കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കിപ്പോഴും അങ്ങ് വിശ്വാസം വരുന്നില്ല ഇയാളുടെ കൂടെ ഇങ്ങനെ ഒളിച്ചോടി പോകുമോ എന്നുള്ളത്. നമ്മുടെയൊക്കെ വീടിനടുത്ത് ഉള്ള നൈബേഴ്സ് ഉണ്ടാവും അല്ലേ. അതേപോലെ നമ്മളിപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാരെ ഓട്ടോ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ വിളിക്കും. അതേപോലെ ഇയാളുടെ ഓട്ടോയിൽ ഈ കുട്ടി പോയിക്കൊണ്ടിരുന്നതാണ് എന്നാണ് അറിയാൻ പറ്റിയത്. ഇവരുടെ വീട്ടുകാരൊക്കെ ആണെങ്കിൽ എവിടെ പോവുകയാണെങ്കിലും ഇത് ഓട്ടോ ഡ്രൈവറല്ലേ, അപ്പോൾ ആളെ വിളിച്ചിട്ട് അവർ പോവും. അങ്ങനെ പോകുന്ന ആൾക്കാരെയൊക്കെ കുട്ടികൾ ഇഷ്ടപ്പെടുമോ? അറിയില്ല എന്താ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. നമുക്കിനി വെയിറ്റ് ചെയ്യാം ന്യൂസിന് വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇത് കൊലപാതകമാണെങ്കിൽ ഒന്നുകിൽ അവരെ കണ്ടെത്തി നല്ല രീതിയിൽ ശിക്ഷ കൊടുക്കണം. അല്ലാതെ ഒരിക്കലും ഇതിനെയൊന്നും വെറുതെ വിടരുത്. കാരണം ഒന്നും അറിയാത്തൊരു കുട്ടി, ജീവിതം പോലും തുടങ്ങിയിട്ടില്ലാത്തൊരു കുട്ടി, 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ. SSLC എക്സാമാണ്. ഈ ഒരു പ്രായത്തിൽ ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇനിയും ഒരുപക്ഷെ ഇത് എന്താണെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ഇനി വീണ്ടും ഇതുപോലെ സംഭവിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഷ്ടമാണ്. ഗുജറാത്ത് അപ്പോൾ അവിടെയൊക്കെ നമുക്കിങ്ങനെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഈ കുട്ടിയെ കാണാതായിട്ട് നല്ല രീതിയിൽ തെരച്ചിലായിരുന്നു. ആ സമയത്തൊക്കെ ഞാനൊക്കെ വാർത്ത ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു പ്രദേശവും അന്ന് അവർ അടിച്ചു പെറുക്കിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. അന്ന് അവിടെ ഈ ബോഡി ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എങ്ങനെ ആ ബോഡി അവിടെ വന്നു? നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു തമാശ കാര്യമല്ല. അന്നില്ലാത്ത ബോഡി എങ്ങനെ ഇപ്പോൾ വന്നു? ഒരു പക്ഷേ ആരെങ്കിലും അവിടെ കൊണ്ടുവന്ന് കെട്ടി തൂക്കിയതാണെങ്കിലും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അല്ലേ.
അല്ലെങ്കിൽ അന്ന് പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് അവിടെ എന്തുകൊണ്ട് കണ്ടില്ല? നമുക്ക് ചോദിക്കാം. ആസ് എ പേഴ്സൺ നമുക്ക് ഡൗട്ട്സ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ഇതിനകത്ത് പറയാണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിനൊന്നും നമ്മളൊന്ന് സീരിയസ് അല്ലാതെ പോലെ കണ്ടില്ലെങ്കിൽ ഇനി വീണ്ടും ഇത് ആവർത്തിക്കാം. നമ്മൾ എന്ത് ഇതുപോലെയുള്ള മരണം വരുമ്പോൾ അതങ്ങ് സില്ലിയാക്കി വിട്ട് കഴിഞ്ഞാൽ, പട്ടിയോ പൂച്ചയോ എല്ലാം മരിച്ചത് ഒരു കുഞ്ഞാണ് അല്ലേ, കുഞ്ഞും അതേപോലെ ഒരു മനുഷ്യനുമാണ്. അവരിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ അവർക്ക് എന്താണ് സംഭവിച്ചത് അതാണ് അറിയേണ്ടത്. നമുക്കിനി അടുത്തുള്ള വാർത്തകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. സംഭവിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം കാസർഗോഡാണ്. ഞാൻ കാസർഗോഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വാർത്ത കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ കിട്ടും ആ കുട്ടി എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും എന്നുള്ള ഒരിത് ഇങ്ങനെ വാർത്തയിൽ കേൾക്കും എന്നാഗ്രഹിച്ച ഒരാളാണ്. കാരണം എന്തായാലും പോയി, എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ സത്യം തോന്നിക്കഴിഞ്ഞാൽ വിഷമം തോന്നി. ആദ്യം ആ കുട്ടി ഒളിച്ചോടി പോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം തോന്നൂലേ. ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ പാരൻസിനെ വിട്ടിട്ട് ഒരു 42 അച്ഛൻ്റെ വയസ്സ് പ്രായമുള്ള ഒരാളുടെ കൂടെ പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആർക്കും ദേഷ്യം തോന്നും. പക്ഷേ ഇപ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. കാരണം എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് നമുക്ക് ഒരിക്കലും അറിയില്ല. ആ കുട്ടിക്കും അയാൾക്കും മാത്രമേ അറിയുള്ളൂ. ഒരുപക്ഷെ അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഈ ഒളിച്ചോടി പോയി എന്ന് പറയുന്ന സമയത്ത് അവർ രണ്ടുപേരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്ന കഥകളാണെങ്കിലോ. വീട്ടുകാർക്ക് പിന്നെ സംശയം തോന്നിയതായിരിക്കാം. രണ്ടുപേരെയും ഒരേ സമയത്ത് കാണാതായതുകൊണ്ട് സംശയം തോന്നിയതായിരിക്കാം. ഒരുപക്ഷെ വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ട് അവസാനം ഇങ്ങനെ ആക്കിയതാണെങ്കിലോ, പറയാൻ പറ്റില്ല. നമ്മൾ സിനിമയിലൊക്കെയല്ലേ ഇതൊക്കെ കാണുന്നത്. പക്ഷെ ആ വീട്ടുകാർക്ക് ക്ഷമ നൽകട്ടെ അല്ലേ, ആ കുട്ടിയുടെ ആത്മാവിന് ശാന്തി നൽകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ആർക്കും ഇതുപോലെയുള്ള അവസ്ഥ ഒന്നും വരാതിരിക്കട്ടെ എന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.